തൊഴിലില്ലായ്മ രൂക്ഷമായ, വ്യവസായങ്ങളില്ലാത്ത കടക്കണിയിൽ മുങ്ങിയ ഒരു ബംഗാളിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ മമതാ സർക്കാരിന്റെ കാലത്ത് ഈ കേന്ദ്ര പദ്ധതികൾക്കൊക്കെ ഒരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ആ കേന്ദ്ര പദ്ധതികൾ, പ്രത്യേകിച്ച് ആയുഷ്മാൻ ഭാരത് പോലുള്ള ഉപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ എത്ര വേഗത്തിലേക്കാകും ജനങ്ങളിലേക്ക് വ്യാപിക്കുക? ശ്രീകാന്ത്, ഞാൻ നിൽക്കുന്ന സ്ഥലം കൊൽക്കത്തയാണ്. ഇപ്പോൾ ഇത് ഇവരുടെ തലസ്ഥാനം കൂടിയാണ്, പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം കൂടിയാണ്. നമ്മൾ ഈ നഗരത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും നമ്മളൊരു 25 വർഷം പിറകിലാണ് ഈ നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാകും. 34 വർഷം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ച സ്ഥലമാണ് ഇത്. ഒരൊറ്റ വ്യവസായം ഇവിടെ കൊണ്ടുവരുന്നതിന് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അതിനു മുന്നിൽ ഇവിടെ കൊടിയിടുന്നതായിരുന്നു സാഹചര്യം. അപ്പോൾ ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക്, ഇവിടുത്തെ ബുദ്ധിമുട്ട് എത്രത്തോളമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി കേരളത്തിലെ തെരുവുകളിലേക്ക്, ഗ്രാമാന്തരങ്ങളിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ബംഗാൾ സ്വദേശികളുടെ എണ്ണം അത് എണ്ണിയാൽ ഒടുങ്ങില്ല. അപ്പോൾ CPIM-ഉം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും കൂടി ഇവിടുത്തെ യുവാക്കളെ, ഇവിടുത്തെ തൊഴിൽ മേഖലയെ ഏത് രീതിയിൽ തകർത്തു എന്നുള്ള കാര്യം നമ്മൾക്കവിടെ മനസ്സിലാകും. കാരണം തൊഴിൽ തേടി കേരളത്തിലേക്ക് പലായനം ചെയ്യുകയാണ് ഇവിടുത്തെ മുതിർന്ന ആളുകൾ, യുവാക്കൾ അടക്കമുള്ളവർ. അതായത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായ അവസ്ഥ. ഈ നഗരത്തിലെ റോഡുകൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പല ഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഫ്ലൈ ഓവറുകൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വണ്ടികൾക്ക്, നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഫ്ലൈ ഓവറുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് നിങ്ങൾ വാർത്ത വായിക്കുന്നത്. ആ കഴക്കൂട്ടം മുതലൊക്കെയുള്ള എലവേറ്റഡ് ഹൈവേ ഒക്കെ കാണുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ, നിതിൻ ഗഡ്കരിയുടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതി എങ്ങനെയാണ് കേരളത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ അതുപോലെയുള്ള ഒരൊറ്റ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിനോ അതിനുവേണ്ടി പിന്തുണയ്ക്കുന്നതിനോ ഈ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടുത്തെ ഇടുങ്ങിയ ഫ്ലൈ ഓവറുകൾ ഇവിടെ വന്നാൽ കാണാം, ഇടുങ്ങിയ റോഡുകൾ കാണാം, മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടക്കേണ്ട സാഹചര്യം കാണാം. അങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖല നോക്കിക്കഴിഞ്ഞാൽ തകർന്നടിഞ്ഞ് 25 വർഷം പിറകിൽ. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ, തൊഴിലിന്റെ കാര്യം നോക്കിയാൽ തൊഴിലില്ലായ്മ അതിരൂക്ഷം. ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന കുറച്ച് കടകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഈ കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ തട്ടുകട എന്നൊക്കെ പറയാവുന്ന സാഹചര്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സർക്കാർ തന്നെ, കോർപ്പറേഷനൊക്കെ തന്നെ മികച്ച തട്ടുകടകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കേണ്ട സാഹചര്യമുള്ളതാണ്. പക്ഷെ ഇതൊരു ഏതോ ഒരു പരമ്പരാഗതമായ ഒരു പഴയ കാലത്ത് നമ്മൾ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഈ കടകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയേറെ ഒരു വികസനം ഈ മേഖലയിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അത് കൊൽക്കത്തയിലെ അവസ്ഥ ഇത് തന്നെ. ഇതാണ് ഇവിടുത്തെ സീവേജ് മാനേജ്മെന്റ് തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് സുവേന്ദു അധികാരിയുടെ കയ്യിൽ കിട്ടുന്നത്. അത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന രീതിയിൽ BJP കേന്ദ്ര സർക്കാരും സംസ്ഥാനത്ത് BJP സർക്കാരും വരുന്നതോടുകൂടി അതിൽ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വികസനം മാത്രമല്ല പ്രശ്നം, അതിർത്തി മേഖല, ബംഗ്ലാദേശുമായി നമ്മുടെ ബന്ധം അത്ര രസത്തിലല്ല. അതിനാൽ തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തെ വികസന മുരടിപ്പിനാണ് ഒരു അറുതി വരുന്നത് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ബംഗാൾ ജനതയുടെ ആവശ്യമായി മാറിയതാണ് ഈ മാറ്റം എന്നുള്ളത്. ആ മാറ്റത്തിലേക്കാണ് അവർ എത്തിയതും. അത് തന്നെയാണ് ഒരു ചരിത്ര നിമിഷം, അല്ലേ? അതെ, പ്രത്യേകിച്ച് കൃത്രിമ വോട്ട് ബാങ്കിന് വേണ്ടി അതിർത്തി കഴിഞ്ഞുള്ള ഒരു നുഴഞ്ഞുകയറ്റം, അതിനൊക്കെ അറുതി വരുത്തിക്കൊണ്ടാണ് BJP സർക്കാർ അധികാരത്തിലേറാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്ര പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തും. ഇനി ജനക്ഷേമം അവിടെ പൂവണിയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്.